കണ്ണൂരിൽ കെ സുധാകരനെ എക്കാലത്തും പ്രതിരോധിച്ചിരുന്ന ഇ.പി. ജയരാജൻ നേരത്തെ തൊട്ടതെല്ലാം പൊന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ കണ്ടകശനി ആയതുകൊണ്ട് തൊട്ടതെല്ലാം വിവാദമാകുന്നു. ഈ കണ്ടകശനി എന്നൊക്കെ പറഞ്ഞാൽ ഒന്നൊന്നര ശനിയാണ്, കൊണ്ടേ പോകൂ. CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ ജയരാജൻ ഇപ്പോൾ വാ തുറന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ അതെല്ലാം വിവാദത്തിലാണ് കലാശിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പുസ്തകം പുറത്തിറങ്ങിയില്ല, അതിനു മുമ്പേ വിവാദമായി. ഇതെന്റെ ആത്മകഥയല്ല, എന്റെ ആത്മകഥ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് ജയരാജൻ കൈ കഴുകാൻ ശ്രമിക്കുമ്പോഴും പുസ്തകത്തിലെ ഉള്ളടക്കം മുഴുവൻ ജയരാജന്റെ ജീവിതമാണ്. കുട്ടിക്കാലം മുതൽ ഇന്ന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് വരെയുള്ള കാര്യങ്ങൾ വള്ളിപുള്ളി വിടാതെ ജയരാജൻ പറയുമ്പോൾ കട്ടൻ ചായയും പരിപ്പുവടയും കഴിച്ചു ശീലിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റുകാരെങ്കിലും അവിശ്വസിക്കുമെന്ന് ജയരാജൻ വിശ്വസിച്ചെങ്കിൽ അത് തെറ്റിയെന്നേ പറയാൻ പറ്റൂ. കാരണം പറയുന്നത് ജയരാജനാണ്. പറഞ്ഞത് ആദ്യം അതെന്റേതല്ലെന്ന് പറയുകയും പിന്നീട് അതിലേക്ക് തന്നെ എത്തുകയും ചെയ്യുന്നതാണ് ജയരാജൻ ശൈലി. തെറ്റ് ചെയ്യും, പാർട്ടി ശാസന ഏറ്റുവാങ്ങും, വീണ്ടും തെറ്റിക്കും, പിന്നെയും തിരുത്തും. അങ്ങനെ ചെയ്തും തിരുത്തിയും കൊണ്ടും കൊടുത്തും വളർന്നു വന്നതാണ് ജയരാജൻ. ആ ശൈലിയാണ് ജയരാജന്റെ ശൈലി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉപതെരഞ്ഞെടുപ്പ് ദിവസമായ ഇന്നലെയും പാർട്ടിയെ ഒരിക്കൽ കൂടി വെട്ടിലാക്കിയത് പ്രവർത്തകർക്കിടയിൽ അമർഷമായി. ഇ.പി.യെ കൊണ്ട് മടുത്തെന്നും ഇനി പൊറുക്കാനാവില്ലെന്നുമാണ് അങ്ങനെയുള്ള ആക്ഷേപങ്ങളാണ് പാർട്ടി അണികളിൽ നിന്ന് ഉയരുന്നത്. ഇടതുമുന്നണി കൺവീനർ പദവിയിൽ നിന്ന് നീക്കിയത് മുതൽ സംസ്ഥാന നേതൃത്വത്തോട് തികഞ്ഞ അകൽച്ചയിലായിരുന്നു ജയരാജൻ. പ്രതിസന്ധികളിൽ പിണറായി വിജയനും തന്നെ കൈവിട്ടെന്ന അമർഷം മനസ്സിൽ പോഞ്ഞുകൊണ്ടേയിരുന്നു. കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തതോടെ മഞ്ഞുരുകയാണോ എന്ന പ്രതീക്ഷ ഉയർന്നു. ഇ.പി.യെയും ഗോവിന്ദൻ മാഷിനെയും ഒരുമിച്ചിരുത്തി മുഖ്യമന്ത്രി ഡൽഹിയിൽ വെച്ച് സംസാരിച്ചെന്ന വിവരവും പാർട്ടിക്കകത്ത് ചർച്ചയായി. എന്നാൽ ആ കണക്കൂട്ടുകളിലെല്ലാം തകിടം മറിക്കുന്നതാണ് ഇ.പി. എഴുതിയെന്ന് കരുതപ്പെടുന്ന പുസ്തകത്തിന്റെ ഉള്ളടക്കം. പിണറായി വിജയൻ കഴിഞ്ഞാൽ താനാണ് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നതെന്ന് പുസ്തകത്തിൽ അവകാശപ്പെട്ടിട്ടുണ്ട്. തനിക്കെതിരെ നടന്ന ഗൂഢാലോചനകൾ പലതും പാർട്ടിക്കുള്ളിൽ നിന്നാണെന്ന ദുസ്സൂചനകളാൽ പുസ്തകം സമൃദ്ധമാണ്. രാഷ്ട്രീയ വളർച്ചയിൽ അസൂയ പൂണ്ടവരാണ് ഇതിനെല്ലാം പിന്നിലെന്ന ഒളിയമ്പും എഴുതിയിട്ടുണ്ട്. തുറന്നെഴുത്ത് എന്ന് തന്നെയാണ് ആമുഖത്തിൽ പുസ്തകത്തെ വിശേഷിപ്പിക്കുന്നത്. പാർട്ടി അച്ചടക്കത്തിന്റെ പരിധി വിട്ടുള്ള വിമർശനങ്ങളാണ് പുസ്തകത്തിൽ ഉടനീളമുള്ളത്. അതുകൊണ്ട് തന്നെ CPM-ന് ഇത് നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയില്ല. സമ്മേളനങ്ങൾ നടക്കുന്നതിനാൽ അച്ചടക്ക നടപടിക്ക് പരിമിതിയുണ്ട്. പുസ്തകത്തെ ഇ.പി. തള്ളിപ്പറഞ്ഞതും തനിക്കെതിരെയുള്ള നീക്കങ്ങൾ ലഘൂകരിക്കാനാണ്. പുറത്തു വരാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ പുറത്തു വരുത്തിയ ശേഷം അതിനെ നിരാകരിക്കുന്ന തന്ത്രമാണ് ഇ.പി. അവലംബിക്കുന്നത്.